ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ കിടന്നു കിട്ടിയത് 6 ലക്ഷം രൂപ. കോട്ടയം വാകത്താനം നാലുനാക്കൽ സ്വദേശിയായിട്ടുള്ള ബിനോയ് ജോൺ എന്ന വ്യക്തിക്കാണ് ഇത്തരത്തിൽ പണം ലഭിച്ചത്. ആ പണം പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് ബിനോയ് ചേട്ടൻ തന്നെ പറയും. അദ്ദേഹം ഒരു ടൈലിൻ്റെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പോൾ പണി സൈറ്റിലാണുള്ളത്, പണിത്തിരക്കിനിടയിലാണ്. എന്താണെന്ന് സംഭവിച്ചത്? ഞങ്ങളുടെ അടുത്തൊരു മരണം ഉണ്ടായിരുന്നു. മീനടുത്തൊരു വീട്ടിലാണ്. അവിടെ വെച്ചായിരുന്നു. ഞാൻ മീനത്തിലേക്ക് പോകുമായിരുന്നു. ഒരു മണിയൊക്കെ ഓളമായി. 1 മണിയോളം ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു കാറ് പോകുന്നത് കണ്ടു, ചുമല കാറ്. അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ മേളിലൊരു കവർ ഇരിക്കുന്നുണ്ട്. ആ കവർ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വണ്ടിയെ ഓൺ അടിച്ചിട്ടൊന്നും അവർ വണ്ടി നിർത്തുന്നില്ല. ഒരു വിട്ടങ്ങ് വളവ് പോയി കഴിഞ്ഞപ്പം ഒരു വളവിങ്ക വെച്ച് ആ വണ്ടിയുടെ നിന്ന് കൂട് താഴെ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് വീണു. ഈ കാറിൻ്റെ മുകളിലാണ് ഈ കവർ ഇരിക്കുന്നത്, കാറിൻ്റെ മുകളിലാണ് കവർ ഇരിക്കുന്നത്. എന്നിട്ട് എൻ്റെ ഫ്രണ്ടിലോട്ട് വീണു. അന്നേരം ഞാൻ വണ്ടി നിർത്തി എടുക്കാൻ വന്നപ്പം ബൈക്കാർ ഇതന്നെ ചോറുമ്പതി പോയി. ഞാൻ പറഞ്ഞു ചോറുമ്പതി പോയാന്ന് പറഞ്ഞു. അതെടുത്ത് എൻ്റെ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതെടുത്തുകൊണ്ട് പുറകെ പോയി. പുറകെ മഞ്ഞാടി വരെ പോയപ്പം ഇത് കാണുന്നില്ല ആളെ. അത് ഞാൻ തിരിച്ചു വന്നു. അതിലേ നടന്നു. ആരാന്ന് പോലും എനിക്കറിയത്തില്ല. ഏത് വ്യക്തിയാണോ എങ്ങനെയായിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഞാനത് പെട്ടെന്ന് വണ്ടിക്കകത്ത് തന്നെ വെച്ച് അത് കഴിഞ്ഞാൽ അവിടുന്ന് മാറി എന്നാണ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ പൈസ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലെല്ലാം നടക്കുക. ആരെങ്കിലും വരുവാണെങ്കിൽ കൊടുക്കാമെന്നുള്ളൊരു ധാരണയും. ഇത് തുറന്നു നോക്കിയപ്പോൾ തന്നെ വലിയൊരു തുകയുണ്ട് എന്നുള്ളത് മനസ്സിലായി. തുറന്നു നോക്കിയപ്പോൾ തന്നെ ഒരു നല്ലൊരു എമൗണ്ട് ആണെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ എൻ്റെ വൈഫിനെ വിളിച്ചു പറഞ്ഞു, ഇന്ന പോലെ ഒരു പൈസ കിട്ടി. വൈഫ് എന്നോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇതെങ്ങനെയും കൊടുത്തിട്ട് വീട്ടിലോട്ട് വരാവുള്ളൂ, അല്ല വരില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. ഫോൺ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ രാത്രി 10 മണി വരെ അപ്പോൾ അതിലൊക്കെ നടന്നിട്ട് അന്നേരം കണ്ടില്ല. പിന്നെ ഞാൻ ഞായറാഴ്ച വള്ളിയിൽ വിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ സുഹൃത്തൊരു പോലീസുകാരനുണ്ടായിരുന്നു. ഞാൻ പുള്ളിയെ വിളിച്ചു പറഞ്ഞു, ബിനോയ് അത് നല്ലൊരു കാര്യമാണ് ചെയ്തത്, അത് എത്രയും പെട്ടെന്ന് കൊടുത്തു. അന്നേരം ഞാൻ വിളിച്ചൊക്കെ പറയാം, പാമ്പാടിലേക്ക് വിളിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ഞങ്ങളുടെ ഒരു സഖാവുണ്ട്, നമ്മുടെ ഒരു ചേട്ടനും കൂടിയാണ്. പുള്ളിയോടെ വിളിച്ച് ഞാൻ പറഞ്ഞു വരാമെന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം പുള്ളി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ് അല്ല പാമ്പാടിലെ ലോക്കൽ സെക്രട്ടറി ഞാൻ പറഞ്ഞു വിടാം, പുള്ളിയായിട്ട് പോയാൽ മതി. ഞാൻ അന്നേരം ലോക്കൽ സെക്രട്ടറി ഉണ്ട്, പഞ്ചായത്ത് മെമ്പറും ഉണ്ട്, ഞങ്ങൾ രണ്ടും. പിന്നെ എൻ്റെ നമ്മുടെ ഒരു സുഹൃത്തും നമുക്ക് വേണ്ടപ്പെട്ടൊരു ചേട്ടനാണ്, പാസ്റ്റർ ബിജോഷ് എന്ന് പറഞ്ഞ്. ഞാൻ ആ ചേട്ടനെയും വിളിച്ചു. ഞങ്ങൾ 3 പേരും കൂടെ സ്റ്റേഷനിൽ പോകുമായിരുന്നു. പാമ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അത് കൊടുത്തു. പോലീസുകാർ കൊടുത്തപ്പോൾ ഭയങ്കര ഒരു ഇതാണെന്ന് പറയാൻ പിടിച്ച് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു ഒരു SI. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നു പറഞ്ഞു. ഞാനത് കൊടുത്ത് എന്നെ കൊണ്ടുപോയി എണ്ണി തിരിച്ചപ്പെടുത്തിയ ശേഷമാണ് വിട്ടത് തന്നെ. എണ്ണി നോക്കിയപ്പോൾ കൃത്യം എത്ര രൂപ ഉണ്ടായിരുന്നു? എണ്ണി നോക്കിയപ്പം കറക്റ്റ് 6 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഒരു കെട്ടിൻ്റെ അത് 100 എണ്ണം വെച്ച്, അങ്ങനെ 12 കെട്ട്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് ഞാൻ എന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പോന്നു. അത് കഴിഞ്ഞപ്പം ചൊവ്വാഴ്ച രാവിലെ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇതിൻ്റെ സ്പോട്ട് ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ വരാൻ വീട്ടിൽ റെഡി ആകാൻ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല, അതിൻ്റെ ആൾ വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരവിടെ ഇല്ലായിരുന്നു. അവരതിൻ്റെ പേപ്പറും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി വീട്ടിലോട്ട് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 12 മണിയോളം ആയപ്പോൾ അവർ വന്നു. ഈ യഥാർത്ഥ ഉടമ വന്നു, പണത്തിൻ്റെ യഥാർത്ഥ ഉടമ വന്നു. അവിടെ വെച്ച് പിന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് പോലീസുകാരുടെ SIയുടെ സ്ഥാനത്ത് കൊടുത്തു. അപ്പോൾ അവർക്ക് കൈമാറുകയായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു തുകയാണ്. അവർ എന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞത് ആരും ചെയ്യാത്തൊരു പ്രവർത്തന ചെയ്തെന്ന് പറഞ്ഞു. സന്തോഷമായി. പോലീസിൻ്റെ ഒരു അംഗീകാരം ഇത് പേപ്പർ എനിക്ക് തന്നു. പാമ്പാടി പോലീസിൻ്റെ ഒരു അംഗീകാരം, ഒരു പ്രശംസാ പത്രം ലഭിച്ചല്ലേ? താങ്കൾ ടൈലിൻ്റെ ജോലിയാണ്? ടൈലിൻ്റെ പണിയാണ്. എങ്ങനെയാണ്, ജോലി ഉണ്ടോ? ജോലി എന്ന് പറയുമ്പം ചിലപ്പം സ്വന്തമായിട്ടൊക്കെ ഇടുമ്പോൾ എടുക്കും, അല്ലാത്തപ്പം കൂട്ടുകാരുടെ കൂടെ പോകും. പിന്നെ എപ്പോഴും അങ്ങനെ കാണത്തൊന്നുമില്ല. ഞാൻ പാമ്പാടിയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് താങ്കൾക്ക് സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ്, സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകളുള്ള വ്യക്തിയാണ്, എന്നിട്ട് പോലും ഇത്രയും വലിയൊരു കാര്യം താങ്കൾ ചെയ്തു എന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ കള്ളത്തരം കാണിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളെ അങ്ങനെ പഠിച്ചിട്ടില്ല. നേരായിട്ട് പോരുക ഉള്ള ചെയ്യുക. നമ്മുടെ പണം അല്ലാത്തത് നമുക്ക് ഒരിക്കലും വേണ്ട. നമുക്ക് ദൈവം തരും എന്നുള്ള ഒറ്റ വിശ്വാസമുണ്ട്. ഞാനൊരു ദൈവവിശ്വാസിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ചെയ്തത് ഒരു മാതൃകാപരമാണ്. ഇനി അനേകം പേര് ഇങ്ങനെ ഈ മാതൃക കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന വളരെ പ്രശംസനീയമായ ഒരു നടപടി തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു വാർത്ത അറിഞ്ഞതിന് ശേഷം സുഹൃത്തുക്കളും മറ്റു ബന്ധുക്കളും ഒക്കെ വിളിച്ചിട്ട് എന്താണ് പറയുന്നത്? നീ കാണിക്കുന്ന നല്ലൊരു മാതൃകയാണ് വിളിച്ചത്. എല്ലാവരും വിളിച്ച്, ഇപ്പോഴും ആണ് ഗൾഫിൽ നിന്നാണെങ്കിലും ഒക്കെ വിളിക്കുന്നുണ്ട് ഒത്തിരി പേരെ. നല്ലൊരു പ്രവർത്തനം നീ ചെയ്തെന്നും പറഞ്ഞ് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. കുടുംബം എന്ത് പറയുന്നു? കുടുംബം ഭയങ്കര സന്തോഷമാണ്. കൃത്യമായ കാര്യങ്ങളൊക്കെ ഒരു പണം എത്തിക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്.
ഞാൻ ഓർക്കുന്ന അർഹതപ്പെട്ടവരുടെ കയ്യിൽ ഈ പൈസ എത്തണം എന്നുള്ള ഒറ്റ ആഗ്രഹമുള്ളൂ. മറ്റേ ഇതിപ്പോൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് പോയെന്ന് പോലും നമുക്കറിയത്തില്ല. ഇത് അർഹതപ്പെട്ടവരുടെ ചെന്നല്ലോ എന്നുള്ള സന്തോഷമുണ്ട് എനിക്ക്. നമുക്ക് അർഹതപ്പെട്ടത് ദൈവം തരും, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കും, ദൈവം തരും എന്നുള്ള വിശ്വാസമുണ്ട്. കോട്ടയം വാകത്താനം നാലുനാക്കൽ സ്വദേശിയാണ് ബിനോയ് ജോൺ. ഇദ്ദേഹത്തിനാണ് ഇത്തരത്തിൽ 6 ലക്ഷം രൂപ വഴിയിൽ കിടന്നു ലഭിക്കുന്നത്. ഇദ്ദേഹം ആ പണം അവിടെ നിന്ന് എടുത്തു, കൃത്യമായി തന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും പാമ്പാടി പോലീസ് ആ പണത്തിൻ്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്തി ആ ഉടമയ്ക്ക് ആ പണം കൈമാറുകയും ചെയ്തിരിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. സ്വന്തമായി വീടില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിൽ പണം ലഭിച്ചപ്പോൾ അത് എടുക്കാതെ അത് കൃത്യമായി തന്നെ ആ യഥാർത്ഥ ഉടമയുടെ കൈകളിൽ എത്തിക്കാൻ ഇദ്ദേഹം കാണിച്ച ഒരു വലിയ മനസ്സിന് ഇപ്പോൾ നിറഞ്ഞ കയ്യടിയാണ് സമൂഹത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാമ്പാടി പോലീസ് ഇദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. നാളെ ഞാൻ പഠിച്ച സ്കൂളിൽ ആദരവുണ്ട്. ഓക്കെ, രാവിലെ. സന്തോഷം. പാമ്പാടിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.